നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലബാർ ഫൈസൽ എന്ന് പറയുന്ന പ്രാഞ്ചിയേട്ടെന്നേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയൊരു മനുഷ്യനായി പോയതെന്ന് ആലോചിക്കുമ്പോഴാണ്. അതായത് ഇന്നലെ അയാളുടെ വീട്ടിന്റെ ഗൃഹപ്രവേശം നടന്നിരുന്നു. അതിനെന്ന് പറഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഇയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇയാൾ വിളിച്ചവരാണല്ലോ പോവുക, അല്ലാതെ നാട്ടുകാരൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. നാട്ടുകാരെ വിളിക്കുന്ന പരിപാടിയില്ല. ഇമാതിരി ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കൊന്നും ഒരു നേരത്തെ ഭക്ഷണമൊന്നും കൊടുക്കത്തില്ല. ഇതുപോലെ സെലിബ്രിറ്റികളാണെങ്കിൽ അവർക്കെന്ന് പറഞ്ഞാൽ ഈ കുറെ മിമിക്കും കാര്യങ്ങളൊക്കെ കാണിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ വിളിക്കുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നുണ്ട്, ജോസിന് ഒരു നേരത്തെ ആഹാരം എന്ന് പറയുന്ന പോലെ. അപ്പോൾ അയാൾ ഇന്നലെ വിളിച്ചപ്പോൾ ഈ ആദില നൂറമാർ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ബിഗ് ബോസിൽ വന്ന് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായ രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഇവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ഇവർ വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അടുത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നു, അവരെ സ്വീകരിക്കുന്നു. പിന്നീട് ഇയാൾക്ക് വന്നിരിക്കുന്ന കമന്റുകൾ വായിച്ചപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി. കാരണം എന്താ, നാളെ തന്നെ തൻ്റെ ഷോറൂമുകളെല്ലാം പൂട്ടിപ്പോകേണ്ടി വരും. കാരണം ഇവിടെ ഒരാൾ പോലും ഇനി കയറാൻ പാടില്ല എന്നുള്ള തരത്തിൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ഇടാൻ തുടങ്ങി. അതായത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനുള്ളവരാണ് മുസ്ലിങ്ങളാണ് കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ കമന്റ് ഇടാൻ തുടങ്ങിയത്. ഇത് കേട്ടപ്പോഴും നമ്മളെ പൈസയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വിറച്ചുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണ സീസണാണ് വരാൻ പോകുന്നത്. ഇനി ആരും തൻ്റെ കടയിൽ കയറിയിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചീത്ത പേരുള്ള ഒരു സ്ഥാപനമാണ്. ഒരുപാട് ഇതുണ്ട്, കാരണം ഒരുപാട് വിവാദങ്ങളിൽ പെട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ പൈസയിലൊക്കെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് അങ്ങ് കാച്ചുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ വേണ്ടേ, അതൊക്കെ വേണം മോനെ. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. അതായത് എല്ലാവരെയും ക്ഷണിക്കുന്ന കൂട്ടത്തിൽ അവരെ ക്ഷണിച്ചത് ഞാൻ മറന്നുപോയി. പൊതുസമൂഹത്തിൽ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹത്തിൽ മധ്യത്തിൽ താറടിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലേക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ ഒരു പോസ്റ്റ് വന്നോടുകൂടിയിട്ട് ഈ മലബാർ ഫൈസൽ എന്ന് പറയുന്ന അയാളുടെ ഒരു തനി നിറമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അയാൾ ക്ഷണിച്ച് ആഹാരം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അയാൾ പറയുകയാണ്, ഞാൻ ക്ഷണിച്ചിട്ടില്ല, ക്ഷണിക്കാതെയാണ് വന്നത് എന്ന്. എന്തൊരു മനുഷ്യനാണോ ഇയാള്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇയാളും അവരും തമ്മിൽ യാതൊരു എന്താ പറയേണ്ടത്, ഇയാളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല, രണ്ടും ഒരുപോലെയാണ്. അതായത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അയാൾക്ക് തോന്നിയ ഒരു ഇതുണ്ടല്ലോ, അല്ല കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഈ മനുഷ്യന്? ഏതായാലും തൻ്റെ ഗൃഹപ്രവേശ ചടങ്ങിൽ വന്നു, ശരിയാന്ന്, ഞാനത് എന്താ പറയുക, ആൾക്കാർ പറയുന്നൊക്കെ ഞാൻ ഏറ്റെടുക്കാം, അവർ വരാൻ പാടില്ലായിരുന്നു, അങ്ങനെ ഇയാളുടെ മനസ്സിൽ വിചാരിക്കാമെന്നല്ലാതെ ഇയാൾ പോയിട്ട് ഇതുപോലെയുള്ള പോസ്റ്റ് ഇടാൻ പാടുണ്ടോ? ഒന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇയാൾ ക്ഷണിക്കുമ്പോൾ എന്താ ഇയാൾക്ക് അറിവില്ലായിരുന്നോ? ഇയാൾ അറിയാതെ ആരാ പോയി ക്ഷണിച്ചത്? മാനേജ്മെന്റ് ആണോ? അപ്പൊ ഇന്ന ആൾക്കാരൊക്കെ ക്ഷണിക്കുന്നതെന്ന് ഇയാൾക്കൊരു ബോധമില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരൊക്കെ ബോധം എവിടെയാ പോയത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വീട്ടിൽ വന്ന് നല്ലോണം ബിരിയാണിയും കൊടുത്ത് ജ്യൂസും കൊടുത്ത് വിട്ടിട്ട് പിന്നെ പറയുകയാണ് ഞാൻ വിളിക്കാതെ വന്നയാന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോയവന്മാരൊക്കെ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ 500 രൂപ വെച്ച് കവറിലാക്കിയിട്ട് ഇവന്റെ ഗേറ്റിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് തള്ളണം. അതാണ് വേണ്ടത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവന്റെ ബിരിയാണി തിന്നിട്ടുണ്ടെങ്കിൽ അവന്റെ പൈസ നിങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കണം. അതാണ് വേണ്ടത്. അതേ നിങ്ങൾ ഫ്രീ ആയിട്ട് മൂഞ്ചിയിട്ട് വന്നു എന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഒരുത്തന്റെ ബിരിയാണി, ഫൈസലിന്റെ ബിരിയാണി തിന്നാൻ പോയിട്ട് മൂഞ്ചിയിട്ട് വന്നു. അവിടെയുള്ള പോയവന്മാരൊക്കെ ആയിരുന്നു. ഇനി ഏത് കോണത്തിലെ സെലിബ്രിറ്റികളായാലും ശരി, ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അതായത് ഇവൻ ക്ഷണിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, നാട്ടുകാരെയൊന്നും അല്ല, സെലിബ്രിറ്റികളെ മാത്രമേ ക്ഷണിക്കത്തുള്ളൂ, വേറെ ആരും ക്ഷണിക്കത്തൊന്നുമില്ല. സെലിബ്രിറ്റികളെ മാത്രം അങ്ങനെ കുറച്ച് കോപ്രായങ്ങളാണ് അവരെ കാണിച്ചു കൂട്ടിയത്. കോപ്രായങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ അതിനെതിരെ ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ എവിടുന്ന്. ഏതായാലും ഇവന്റെ ഷോറൂമിൽ ആൾക്കാർ കയറില്ല, സാധനം വാങ്ങിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഭയം തോന്നിയത് ആശാന്. അത് ഭയങ്കരമായിട്ടുള്ളൊരു ഭയമായിപ്പോയി. അയ്യോ, നാളെ മുതൽ ഇനിയിപ്പോ കാക്കാമാർന്ന് കയറിയില്ലെങ്കിൽ, കാരണം ഒരുപാട് കല്യാണ സീസണിലെ വരാൻ പോകുന്നേ. എത്ര കല്യാണാന്ന് ഇനിയിപ്പോ വരുന്ന മാസം, അതിന് അപ്പുറത്തെ മാസമൊക്കെ. അപ്പൊ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല സ്വർണം വാങ്ങിക്കുന്നില്ലേ? ഇനി അവര് കയറിയില്ലെങ്കിൽ തീർന്നില്ലേ കാര്യം? അവര് കയറാതിക്കുന്ന കാരണം എന്താ? ഈ ആദില നൂറമാർ ആദരിച്ചുകൊണ്ടാണോ? അതെ, അവരെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചിലപ്പോഴും.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദില നൂറമാറുമായിട്ട് നമ്മൾ ഒരു തരത്തിലുമാണ് യോജിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ആദില നൂറമാർ വന്നതും അവിടുന്ന് ബിരിയാണി കഴിച്ചതും അതിനുശേഷം ഇങ്ങനെ പോസ്റ്റ് ഇട്ടതും അതിലെന്ന് പറയുന്ന ഈ ആദില നൂറമാറെക്കാട്ടിയും ഭയങ്കരമായിട്ടുള്ള തറയായി മാറിയത് അവിടെ ഫൈസൽ തന്നെയാണ്, വേറെ ആരുമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഫൈസലിന് ഇഷ്ടം പോലെ പൈസ ഇല്ലതുകൊണ്ട് ഒരുപാട് ആർഭാടങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ ഒരു വലിയ പണക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈസലിന്റെ എല്ലാ വീഡിയോസ് കണ്ടാലും അറിയാം ഫൈസൽ ഒരു ചാരിറ്റിക്കാരനുമല്ല. പൈസയിൽ ഭയങ്കര എന്താ പറയേണ്ടത്, 1 ഉറുപ്പ്യ എവിടെയെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അതിൽ 50 ഉറുപ്പ്യൻ്റെ പരസ്യം ഇടുന്നതും തന്നെയാണ്. അതാണ് ആദ്യം തന്നെ പൈസയിൽ മനസ്സിലാക്കേണ്ടത്. പൈസയിൽ ഈ പിന്നെ എന്താ പറയുക, ഈ സെലിബ്രിറ്റികളെ മുഴുവൻ ഊട്ടി പിന്നെ ഒരുപാട് എന്താ പറയുക ചാനലിൽ പോസ്റ്റ് ചെയ്ത് ഇതുകൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? പൊതുജനങ്ങൾ അവിടുന്ന് സാധനം വാങ്ങിക്കുന്നത് പിന്നെ എന്താ പറയേണ്ടത്, പൊതുജനങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ശരിയാണ്. അവരെ ഏതെങ്കിലും ഒരു ചടങ്ങിന് വിളിക്കാറുമില്ല. ഇന്നലെ അതിൻ്റെ അടിയിൽ ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ഇയാളുടെ നാട്ടുകാരനാണ്, ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നാട്ടുകാർക്കൊന്നും വലിയ ഗുണമൊന്നുമില്ല, ഒരുപാട് സെലിബ്രിറ്റികൾ വരുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അതാണ് ഫൈസലിക്കാൻ്റെ. വേണമെങ്കിൽ ആ ഒരു കമന്റ് ഇടാൻ ഞാൻ വെക്കാം, അങ്ങനെയുള്ള കമന്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കാൻ പാടില്ലായിരുന്നു. അതിന് ഏതിൻ്റെ ബേസിലായാലും ശരി, ആ പോസ്റ്റ് ഇട്ടത് വളരെയധികം ഒരു മൂഞ്ച സ്വഭാവം എന്നേ പറയുള്ളൂ. ഒരിക്കലും അനുകൂലിക്കുന്നില്ല. അതായത് നിങ്ങൾ വിളിച്ചത് തന്നെ തെറ്റാണ്, വിളിക്കാൻ തന്നെ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, മാതാപിതാക്കളെ തള്ളി പറയുന്നവരെ വിളിക്കരുത്. വിളിച്ച് കഴിഞ്ഞതിന് ശേഷം തെറ്റാണല്ലോ എന്ന് ആൾക്കാർ പറയുമ്പോൾ ഇമാതിരി കൂതറ സ്വഭാവം കാണിക്കുന്നതിനോട് എങ്ങനെ ന്യായീകരിക്കാനാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു പ്രാഞ്ചിയേട്ട, എന്തൊരു അവസ്ഥയാണിത്. നിങ്ങളുടെ കാര്യം വളരെ കഷ്ടത്തിലാണല്ലോ. അതായത് ഈ ആദില നൂറമാര് വെച്ചിട്ട് ഒരു പരസ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ആദില നൂറമാര് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് കുറച്ച് ദിവസം നമുക്കിങ്ങനെ സമൂഹത്തിലൊന്ന് പൊന്തിച്ചു നിൽക്കാം, അതുപോലെ തന്നെ നമുക്കൊന്ന് ഇത് ഏറ്റെടുത്തിട്ടൊന്ന് ഇവിടെ ഒരു സോഷ്യൽ ഇഷ്യൂസ് ആക്കാം എന്നുള്ള തരത്തിലാണ് ഇവിടെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇതിലെന്ന് പറഞ്ഞാൽ ഫൈസലിക്കാക്ക് ഒരു വിഷമവും ഇല്ല, അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഗേദപ്രകടനം ഞാൻ പറഞ്ഞല്ലോ, കല്യാണം വരാൻ പോകുന്നു, ആരും ഈ ഗോൾഡിൽ കയറിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗേദപ്രകടനം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു തേങ്ങാക്കോലി ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ കുറേ ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട്, മനസ്സിലാക്കണം നിങ്ങൾ. അത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വിളിച്ചു പറയും, ചിലത് എന്ന് പറഞ്ഞ് ഇവർ മൂടി വെക്കും. അതാണ്. അപ്പോൾ നമ്മുടെ പ്രാഞ്ചേട്ടൻ നമ്മുടെ ഫൈസലിക്ക അയാളുടെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ പോയി കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും കുറച്ചൊക്കെ. കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിരിയാ വരാറ്. എന്തൊക്കെ അഭിനയിക്കുന്ന ഇയാളെന്തോ ഒരു വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ്, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. നാളെ തന്നെ എല്ലാവരും പോയിട്ട് വണ്ടി പിടിച്ച് പോയിക്കോ മക്കളെ. നേരെ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പൈസ കൊണ്ടു കൊടുക്കുക, അതാ വേണ്ടത്. നന്ദി, നമസ്കാരം.